ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ്, കോടിയുടുത്ത് ഓണം. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ ഉത്പാദന കേന്ദ്രം സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലെ കെൽട്രോൺ കോമ്പണന്റ് കോംപ്ലക്സിൽ ഒക്ടോബർ 1 രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഒരു മാതൃകയാണ് ഇത് വേദിയിൽ ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉത്പാദന കേന്ദ്രം തുടങ്ങുന്നത് ഇത് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഈ ഘട്ടത്തിൽ കെൽട്രോണിന് തുടക്കം കുറിച്ചവരെ നമുക്ക് സ്മരിക്കാം. സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച അന്നത്തെ വ്യവസായ മന്ത്രി EP ജയരാജനും ഇപ്പോൾ ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മന്ത്രി P രാജീവും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നതും സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ പറഞ്ഞു 73-ൽ കെൽട്രോൺ ആരംഭിച്ചതിനെക്കുറിച്ച്. രാജ്യത്താകെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് വിവരസാങ്കേതിക വിദ്യയും ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കെൽട്രോൺ മാതൃകയായി തീർന്നു എന്നതാണ് കഴിഞ്ഞകാല കെൽട്രോണിൻ്റെ പ്രവർത്തനം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അവിടം തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം തുടക്കം കുറിക്കുന്നതിനും കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. കേരളത്തിലെ ആദ്യത്തെ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി P രാജീവ് അധ്യക്ഷനാവും. M വിജിൻ MLA, വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തുടങ്ങിയവർ പങ്കെടുക്കും. 42 കോടി മുതൽ മുടക്കുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം 18 കോടി രൂപ ചെലവഴിച്ചാണ് പൂർത്തിയാക്കിയത്. ISROയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 4 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഡ്രൈ റൂമുകളും വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തവയുൾപ്പെടെ 11-ൽ പരം മെഷീനറികളും ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു. 4-ാം വർഷത്തോടെ 22 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവും 3 കോടി രൂപയുടെ വാർഷിക ലാഭവും പ്രതീക്ഷിക്കുന്നു. 2000 സൂപ്പർ കപ്പാസിറ്ററുകളായിരിക്കും പ്രതിദിന ഉൽപാദന ശേഷി. ഇതോടെ KCCL ലോക നിലവാരമുള്ള ഇലക്ട്രോണിക്സ് കോമ്പണന്റ്സ് ഉത്പാദകരിലൊന്നായി മാറുകയാണ്.